അദ്ദേഹത്തിന്റെ സിനിമകൾ ശരിക്കും ഒരു ഒരു ഓരോ പ്രാവശ്യവും ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നത്. കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞത്. 2012 തൊട്ട് ഇന്ന് വരെയുള്ള വിജയ് ചിത്രങ്ങൾ നോക്കുമ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻസ്. ഇന്നേ വരെ ആളുകളുടെ ഇടയിൽ സംസാരമില്ലാതെ വരാത്ത അഭിനേതാക്കളിൽ ഒരാളാണ് ഇളയ തലപതി വിജയ്. 1984 തന്റെ അച്ഛനായ ചന്ദ്രശേഖരന്റെ ചിത്രമായ വെട്രിയിലായിരുന്നു വിജയ് തുടക്കമിട്ടത്. വെട്രിയിൽ നിന്ന് 2002 വരെ ചന്ദ്രശേഖരന്റെ സഹായമില്ലാതെ ഫാമിലി ഓഡിയൻസിനെയും അന്നത്തെ യൂത്തിനും വേണ്ടി തന്നെ റൊമാൻസ് ഡ്രാമ ജോണറിൽ പടങ്ങൾ ചെയ്തു. അതിലെല്ലാം തന്നെ ഡാൻസിനായൊരു ഭാഗം വിജയ് മാറ്റിവെച്ചിരുന്നു. അതിൽ പോപ്പുലറായ കുറച്ച് ചിത്രങ്ങളാണ് തുള്ളാതെ മനവും തുള്ളും, സച്ചിൻ, അതുപോലെ ഖുഷി. ഒരു കണ്ടിന്യൂസ് ബ്ലോക്ക് ബസ്റ്റർ വിജയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. 2002 ഭഗവതിയിലൂടെയാണ് വിജയ് ആക്ഷൻ ജോണറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അവിടെ നിന്നാണ് തലപതി തന്റെ മാർക്കറ്റിംഗ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. ആക്ഷൻ, മാസ്, ഡാൻസ്, ഫാമിലി ഡ്രാമ, ഇതാണ് അന്നു മുതൽ ഇന്ന് വരെ വിജയ് ഫോളോ അപ്പ് ചെയ്യുന്ന പാക്കേജ്. ഗില്ലി തൊട്ട് ഒരു കണ്ടിന്യൂസ് ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ വിജയ് ചിത്രങ്ങൾക്ക് പറ്റി. അന്നത്തെ വിജയ് പടങ്ങളിലെ ആക്ഷൻസ് കുറെ അധികം ലോജിക് മിസ്റ്റേക്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വന്ന പടങ്ങളിൽ അതിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുവന്നത് നമുക്ക് കാണാൻ പറ്റും. 2008 തൊട്ട് 2010 വരെ ചെറിയൊരു ഫോൾ തലപതിയുടെ കരിയറിൽ ഉണ്ടായെങ്കിലും 2011 തൊട്ട് ബോക്സ് ഓഫീസിൽ പ്രോമിസിംഗ് ആയി വിജയ് മാറി. മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്ന രീതിയിൽ തലപതി പ്രോജക്ട്സ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. 2012 റിലീസായ തുപ്പാക്കിക്ക് ശേഷം 100 കോടി എന്നത് തലപതി ചിത്രങ്ങളിൽ ഒരു ഫിക്സഡ് കളക്ഷനായി മാറി. ഒരു അൺയൂഷ്വൽ വിജയ് ചിത്രം എന്ന രീതിയിലായിരുന്നു ശങ്കർ തലപതിയെ വെച്ച് നൻപൻ ചെയ്തത്. 3 ഇഡിയറ്റ്സ് എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ റീമേക്ക് കൂടിയായിരുന്നു നൻപൻ. ഒരു ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു. പുറകെ വന്ന തലൈവ റിലീസുകളുടെ പ്രശ്നം കാരണം കളക്ഷനിൽ മുന്നേറാൻ പറ്റിയില്ല. പക്ഷേ 2014 ദീപാവലി വിജയ് ചിത്രം കത്തി 70 കോടി ബഡ്ജറ്റിൽ നിന്ന് 150 കോടി കളക്ഷൻ നേടിയിരുന്നു. അതിനുശേഷം വന്ന പുലി എന്ന ചിത്രം ഒരു റെഡ് മാർക്ക് ആണെങ്കിലും ചിത്രം മുടക്കിയ 100 കോടിയും തിരികെ നേടിയിരുന്നു. ശങ്കറിന്റെ അസിസ്റ്റന്റ് അഡ്ലിയുടെ കൂടെയുള്ള ആദ്യ ചിത്രത്തിൽ തന്നെ കരിയർ ബെസ്റ്റ് അവാർഡും വിജയ് നേടി. 165 കോടി കളക്ഷനിൽ ബോളിവുഡിൽ വിജയ് പേര് നേടി. 2017 വരെ പല വിജയ് ചിത്രങ്ങളുടെയും റെക്കോർഡ് പോലും ചില നടന്മാർക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. 2017 വരെ ഇളയ തലപതി 100 കോടി നേടിക്കൊണ്ടിരുന്നു. പക്ഷേ 2017 ദീപാവലിക്ക് അറ്റ്ലി ചിത്രം മെർസലിലൂടെ ഓവർസീസും പിടിച്ചടക്കി. മെർസൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ചിത്രമായിരുന്നു. അത്രയും നാൾ ഇന്ത്യയിൽ മാത്രം ഷൂട്ട് നടത്തിയിരുന്ന വിജയ് ചിത്രങ്ങളിൽ നിന്നും മെർസലിന്റെ കുറച്ച് പോർഷൻസ് പോളണ്ടിലും ഷൂട്ട് ചെയ്തു. പാട്ടുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ചില സീൻസ് തന്നെ അവിടെ ഷൂട്ട് ചെയ്തു. ട്രിം മീശ മാത്രം വെച്ചിരുന്ന ഒരു ഫുൾ BA ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു ഈ ചിത്രം. ഫുൾ താടി വെച്ച് സ്റ്റൈലിഷ് ആയ ഒരു കഥാപാത്രം, ഒപ്പം ഡോക്ടറും മജീഷ്യനുമായ മറ്റ് 2 കഥാപാത്രങ്ങൾ കൂടെ. മറ്റ് ചിത്രങ്ങളിൽ നിന്നും അല്പം കൂടി ഒരു വലിയ സ്കെയിലിങ്ങിലായിരുന്നു മെർസൽ ഷൂട്ട് ചെയ്തിരുന്നത്. സത്യത്തിൽ അറ്റ്ലിയുടെയും വിജയുടെയും കരിയറിലെ ഒരു ടേൺ ഓവർ തന്നെയായിരുന്നു മെർസൽ. തലപതി എന്ന ടൈറ്റിലേക്ക് ഓവർസീസ് രാജ്യങ്ങളും അറിയുന്ന ഒരു സ്റ്റാറായി വിജയ്ക്ക് മാറാൻ പറ്റി. അവിടം തൊട്ട് വരുന്ന എല്ലാ പടത്തിനും 250 കോടി തലപതി ഉറപ്പിച്ചു. കത്തിക്ക് ശേഷം മറ്റൊരു ജോണറിലേക്ക് തിരിയാതെ മാസ് ആക്ഷൻ ചിത്രങ്ങൾ തന്നെയായിരുന്നു തലപതി ഒരുക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസാസ്റ്റർ ചിത്രങ്ങളും കത്തിക്ക് ശേഷം വിജയുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല. തന്റെ ആരാധകർക്ക് വേണ്ടി ചിത്രങ്ങൾ ഒരുക്കി വിജയ് ചിത്രങ്ങൾ ലോക ശ്രദ്ധ വരെ പിടിച്ചുപറ്റി. മാസ്റ്റർ എന്ന ചിത്രത്തിൽ ഒരു സ്ഥിരം രീതിയിലുള്ള വിജയ് ചിത്രത്തിൽ നിന്നും കുറച്ചൊക്കെ മാറി തുടങ്ങി. 250 കോടി ഗ്രോസ് ആയിരുന്നു മാസ്റ്റർ. 2022 ബീസ്റ്റ് വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് വാരിക്കൂട്ടിയെങ്കിലും കാര്യമുണ്ടായില്ല. അവിടെയും ബോക്സ് ഓഫീസ് പോകാതെ തന്നെ പടം പിടിച്ചു നിന്നു. 2023 വാരിസ് വീണ്ടും ഒരു 300 കോടി നേടി. അപ്പോഴൊന്നും തന്നെ വിജയ് എന്ന സ്റ്റാറിന്റെ സംസാരം ഒട്ടും തന്നെ കുറഞ്ഞില്ല. 2023 ഒക്ടോബറിൽ ലിയോയുടെ റിലീസ്. ഇന്നേ വരെയുള്ള എല്ലാ വിജയ് ബോക്സ് ഓഫീസിനും മുകളിലായിരുന്നു അതിന്റെ കളക്ഷൻ. ഒരു സ്റ്റാറിലും കൂടുതൽ ഒരു ആക്ടർ എന്നായിരുന്നു അതിലെ തലപതിയുടെ പെർഫോമൻസ്. ലിയോയുടെ ടോട്ടൽ ഗ്രോസ് 623 കോടി. വരാനിരിക്കുന്ന ഗോട്ടിനും 600 കോടിയിലധികം നേടാൻ പറ്റിയാൽ മുൻപുള്ള റെക്കോർഡ്സ് പോലെ 600 എന്നത് തലപതിക്ക് വീണ്ടും ഒരു ലാൻഡ്മാർക്കായി മാറും.